നമസ്കാരം. കാസാക്കൂസന്മാർ നിരന്തരം നടത്തിയിരുന്ന ഇടപെടലുകൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. മറുനാടൻ ഷാദനെ പോലുള്ള മഞ്ഞ ചാനലുകൾ, സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചാനലുകൾ നടത്തിയിരുന്ന പരിശ്രമങ്ങൾ, രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിരുന്ന ശ്രമങ്ങളെല്ലാം ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. ചില പള്ളിയച്ചന്മാരുടെ ഇടയലേഖനങ്ങൾ, ദീപിക ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന മുഖപ്രസംഗം, ഇതെല്ലാം ഇപ്പോൾ എന്താണോ അവർ ഉദ്ദേശിച്ചത് അവിടേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനോനിൽ നടന്ന പേജർ അറ്റാക്ക്, പേജർ എക്സ്പ്ലോഷൻ ലോകത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഒരുപാട് നിരപരാധികൾ മരിച്ചു വീണു. ഒരുപാട് നിരപരാധികൾക്ക് കയ്യും മുഖവും ഒക്കെ നഷ്ടപ്പെട്ടു. 14,000-ത്തിലധികം വരുന്ന ആളുകൾ ആശുപത്രിയിലാണ്. വലിയ ഒരു അറ്റാക്കാണ് നടന്നത്. വലിയൊരു സ്ഫോടന പരമ്പരയാണ് നടന്നത്. ഇതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തെത്തുമായിരുന്നു ഈ സ്ഫോടനങ്ങൾ, ഈ സ്ഫോടന പരമ്പരകൾ. പല പേജറുകളും അത് ആക്ടിവേറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് സ്ഫോടനങ്ങൾ ഒഴിവായത്. പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് തൊട്ടു പിന്നാലെ വാക്കി ടോക്കികളും അതുപോലെ തന്നെ റേഡിയോകളും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ പൊട്ടിത്തെറിച്ചു. എന്തായാലും ഈ ഒരു സ്ഫോടന പരമ്പരകൾക്ക് പുറകിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട് എന്ന വാർത്ത ഈ അറ്റാക്ക് ഉണ്ടായപ്പോൾ, ഈ സ്ഫോടന പരമ്പര ഉണ്ടായപ്പോൾ നമ്മളൊക്കെ ഞെട്ടിയതാണ്. അതിനേക്കാൾ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളിൽ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്തരത്തിലൊരു എക്സ്പ്ലോഷൻ ഉണ്ടായപ്പോൾ, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ, ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ആരും സുരക്ഷിതരല്ല. ഇവിടെ ചില ചാനലുകൾ മൊസാദിനെ പുകഴ്ത്തി, മൊസാദിന്റെ കഴിവിനെ പുകഴ്ത്തി, ഭീകരന്മാരൊക്കെ നിമിഷ നേരം കൊണ്ട് പിടഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോൾ, ചതിയിലൂടെ ഇവിടെ ആളുകളെ കൊന്ന ഈ ഒരു നടപടി അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞിരുന്നു. ഹിസ്ബുള്ളയെ മാത്രം ലക്ഷ്യം വെച്ചല്ല, അവിടുത്തെ സാധാരണക്കാരെ മൊത്തത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു അറ്റാക്കാണ് എന്ന കാര്യം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഈ പേജർ കൈവശമുള്ള വ്യക്തി ഇത് പൊട്ടിത്തെറിക്കുന്ന സമയം ഏതെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അദ്ദേഹം വിമാനത്തിൽ കയറി ഇരിക്കുകയാണ്, വിമാനം പറന്നു പൊങ്ങിയാൽ പിന്നീട് സിഗ്നൽ ലഭിക്കില്ല എന്ന ഒരു കാര്യമുണ്ട്. അതേസമയം പറന്നു പൊങ്ങുന്നതിന് മുമ്പൊക്കെ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇത് പറന്നു പൊങ്ങുന്നതിന് മുമ്പാണ് ഈ പൊട്ടിത്തെറിച്ച ഏതെങ്കിലും ഒരു പേജർ കൈവശമുള്ള ഒരാൾ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലോകത്ത് എവിടെ ജീവിക്കുന്ന ആള് പോലും സുരക്ഷിതരല്ല. അതായത് ആരെ വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും കൊല്ലാവുന്ന ഒരു സാഹചര്യം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ മൊസാദ് നടത്തുമ്പോൾ അതിനെ പുകഴ്ത്തിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെയൊക്കെ വാർത്തകൾ കേട്ട്, അവരുടെയൊക്കെ ഉപദേശം കേട്ട്, അവരുടെയൊക്കെ നിരന്തര ശ്രമങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് വയനാട്ടുകാരനായിട്ടുള്ള റിൻസൺ ജോസ് എന്നു പേരുള്ള ഒരു വ്യക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നാണ് ലെബനോനിലേക്ക് പേജർ വാങ്ങിയത്. ഈ പേജറിനകത്താണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും റിൻസൺ ഇപ്പോൾ അമേരിക്കയിലേക്ക് മുങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. റിൻസന്റെ ബന്ധുക്കളായിട്ടുള്ള ചില ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരിക്കലും റിൻസൺ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടില്ല, മാന്യനാണ്, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്നാണ് ഇവിടെ റിൻസന്റെ ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്തായാലും അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഒരുപക്ഷെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് റിൻസൺ അത്തരത്തിലായിരിക്കും പെരുമാറിയിരുന്നത്. റിൻസൺ ഇപ്പോൾ നാട്ടിലല്ല. അദ്ദേഹം നോർവീജിയൻ പൗരനാണ്. അവിടെ മലയാളി അസോസിയേഷൻ ഭാരവാഹിയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള ചില മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. അവിടെയുള്ള ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഒരു മലയാളി എന്നുള്ള നിലക്ക് വളരെ കുറച്ച് മാത്രമാണ് മലയാളികളുള്ളൂ. അതിലൊരാളായതുകൊണ്ട് റിൻസനെ അറിയാം. പക്ഷെ ഇത്തരത്തിലുള്ള പിന്നാമ്പുറ കഥകളൊന്നും, റിൻസന്റെ ബന്ധങ്ങളൊന്നും അവർക്ക് അറിയില്ല. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, ഞാൻ ഇന്ന മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്, എന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ചില കഴിവുകളൊക്കെ ഉണ്ട്, ഞാൻ ഇത്തരത്തിലുള്ള ചില പണികളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നാട് മുഴുവൻ നടന്ന് പറയുകയൊന്നുമില്ല. എന്തായാലും ഇവിടെ ഇത്തരത്തിലൊരു സംഭവം ഇവിടെ മൊത്തത്തിൽ മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് എവിടെ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആരെ വേണമെങ്കിലും കൊല്ലാവുന്ന ഒരവസ്ഥ, ആരും സുരക്ഷിതരല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ.
കാസാക്കൂസന്മാർ ഇപ്പോൾ ഒരക്ഷരം മുണ്ടുന്നില്ല. ഇത് മറ്റേതെങ്കിലും പേരുകാരനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ എന്തൊക്കെ പുകിലായിരുന്നു, എന്തൊക്കെ നമുക്ക് കാണേണ്ടി വരുമായിരുന്നു, കേൾക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന റിൻസൺ ജോസിനും ഒരു വീരപരിവേഷമാണ് പലരും കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത്തരക്കാർ ഇനിയും ഉണ്ട്. നമ്മളൊന്നും കാണാത്ത തീവ്ര സ്വഭാവമുള്ള ഭീകരവാദികളായിട്ടുള്ള ആളുകൾ, അതായത് ഒരു പേരുകാർ മാത്രമല്ല, മറ്റു ചില പേരുകാരും ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സജീവമായി. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരില്ല. അവർ നല്ലവരാണ്, അവരൊരു തെറ്റും ചെയ്യാത്തവരാണ്. അതേസമയം ഇപ്പുറത്ത് മാന്യമായി ജീവിക്കുന്നവൻ പോലും തീവ്രവാദിയാണ്. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കിടയിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്കിടയിലുണ്ടായിരുന്ന ചില ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാർ സൈന്യവുമായി ഏറ്റുമുട്ടി ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മക്കളെ കാണാൻ പോലും തയ്യാറാകാത്ത മാതാപിതാക്കളുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടെ റിൻസൺ ജോസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇയാളെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇയാളെ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലാണ് ഇയാളെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. ഇയാൾ ചെയ്തത് ഒരു വീരകൃത്യമാണ് എന്ന രീതിയിൽ ഇയാളുടെ ബന്ധുക്കൾ പറയുന്നു ഇയാൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടില്ലെന്ന്. എന്തായാലും ഇവിടെ ആർക്കും എന്തുമാകാം, ആരെന്തു ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കാനും അതൊക്കെ വലിയ വീരകൃത്യമായി പറഞ്ഞു നടക്കാനും ഇവിടെ ആളുകളുണ്ട്. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ മാന്യമായി ജീവിക്കുന്ന മറ്റു ചില വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ കുറിച്ച് എത്ര മോശമാക്കി പറയാനും ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.